ആസ് എ ഗൈനക്കോളജിസ്റ്റ് കല്യാണം കഴിക്കാൻ ശരിക്കും ഒരു പ്രായമുണ്ടോ, ഒരു പ്രോപ്പർ പ്രായം? ഐഡിയൽ ടൈം ഓഫ് മാരേജ് എന്ന് പറയുന്നത് ഒരു 20 to 23 ഇയേഴ്സ് ആണ് ഫീമെയിൽസിന്. ഇതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ മെഡിക്കലിയും സൈക്കോളജിക്കലിയും എല്ലാം കൊണ്ടും സോഷ്യലിയും എല്ലാം കൊണ്ടും അതിന്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ 20 to 23 ഇയേഴ്സിൽ കല്യാണം കഴിച്ച് ഇന്നത്തെ കാലത്ത് നമ്മളൊരു 2-3 കുട്ടികളല്ലേ ഉദ്ദേശിക്കുന്നത്. ഈ 2-3 കുട്ടികൾ നമ്മളൊരു 30-35 വയസ്സിനുള്ളിൽ, മാക്സിമം 35, അതിൽ മുകളിലൊരിക്കലും പോരുത്, 35 വയസ്സിനുള്ളിൽ ഈ കുട്ടികളായിരിക്കണം. ഞാൻ പലപ്പോഴും പേഷ്യൻസിന് അടുത്ത് പറയുന്നത്, നിങ്ങൾ ഈ ഏജ് ഓവർ ആയിട്ടുള്ള കുട്ടികളാക്കുന്നത് ഈ 1ാം റാങ്ക് കിട്ടുന്നവനെ 10ാം റാങ്ക് ആക്കുന്ന പരിപാടിയാണ്. അതായത് നമ്മൾ ഈ ഫീമെയിൽസിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഏജ് കൂടുന്തോറും അവരുടെ എഗ്സും ഓവറീസ് ഏജ് കൂടുകയാണ്. അപ്പൊ എഗ് ക്വാളിറ്റി വ്യത്യാസം വരികയാണ്, മനസ്സിലല്ലേ? അപ്പൊ യങ്ങർ ഏജ് ആണെങ്കിൽ എഗ് ക്വാളിറ്റി കുറേയും കൂടി ബെറ്റർ ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു 35 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന പ്രഗ്നൻസീസ്, അതായത് എൽഡർലി പ്രൈമി അല്ലെങ്കിൽ ഏജ് ഓൾഡ് ആയിട്ടുള്ള പ്രഗ്നൻസീസിൽ നമ്മൾ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ, മനസ്സിലല്ലേ? കാരണം വെച്ചാൽ ഈ 35 ഇയേഴ്സ് കഴിയുമ്പോൾ ഈ ക്രോമസോമൽ അബ്നോർമാലിറ്റീസും കുട്ടിക്ക് വരുന്ന പ്രശ്നങ്ങളും, ഈവൻ അത് മാത്രമല്ല പ്രഗ്നൻസിയിൽ വരുന്ന പ്രശ്നങ്ങൾ, ഇപ്പൊ എൽഡർലി പ്രൈമി എന്ന് പറയും നമ്മൾ, 30 വയസ്സ് കഴിഞ്ഞ് പ്രഗ്നൻസിയിൽ വരുന്ന പ്രശ്നങ്ങൾ നാച്ചുറലി കുട്ടിനെ ബാധിക്കുന്നതാണല്ലോ.